ഓൺലൈനായി വാങ്ങിച്ച് 3 ചെടിച്ചട്ടികളിൽ നട്ട ഉള്ളിവിത്ത് മുളച്ചു തുടങ്ങി. ആ കുഞ്ഞ് ചെടികളുടെ തലക്കിൽ കറുത്ത് കാണുന്നത് ആ വിത്താണ്. കണ്ടില്ലേ, ഉള്ളിവിത്ത്. ഇത് സൂം ചെയ്തെടുത്ത വ്യൂ ആണ്, ഇത്ര വലിപ്പമൊന്നുമില്ല. ഇത് അടുത്ത ചെടിച്ചട്ടിയിൽ കാണുന്നതാണ്. ഒരു തയ്യെ മുളച്ചിട്ടുള്ളൂ. മറ്റേ ചെടിച്ചട്ടിയിൽ ഒന്നിൽ കൂടുതൽ കണ്ടു. ഇനി വേറൊരു കുഞ്ഞ് ചെടിച്ചട്ടിയിലും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു. അതിലും ഒരെണ്ണം മുളച്ച് വരുന്നുണ്ട്. അതാ കണ്ടോ അതാ അവിടെ ആ വിത്തിൻ്റെ ഒരു ഭാഗം കാണുന്നുണ്ട്. വിത്ത് ഇത്ര വലുപ്പമൊന്നുമില്ല, അതൊരു 3x സൂമാണെന്ന് വേണമെങ്കിൽ പറയാം. മണ്ണും കല്ലൊക്കെ കണ്ടാലും അറിയാം അതിൻ്റെ വലിപ്പ വ്യത്യാസം. ഇത് നേരത്തെ കണ്ടത് ഒന്നുകൂടെ കാണുന്നതാണ്. അതാ മുളച്ച് റാകൃതിയിൽ വരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമായിരിക്കും. അങ്ങനെയാണല്ലോ വിത്ത് മുളച്ച് വരാറ് സാധാരണ. ഇതിൻ്റെ തലക്കിൽ കറുത്ത വിത്ത് കണ്ടില്ലേ, അപ്പോൾ അത് മുളച്ച് വരുന്നതായിട്ട് കാണാം. ഇനി ഒരെണ്ണം കൂടെ എവിടെ ഉണ്ടായിരുന്നില്ല, അതാ 2 കൂടി ഉണ്ട്. അതും അതേപോലെ നന്നായി മുളച്ച് വരുന്നുണ്ട്. ഇനി നന്നായി വരുന്നു വിചാരിക്കട്ടെ. മുമ്പ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഒക്കെ നട്ടു നോക്കിയിട്ടുണ്ട്. കുറച്ച് ഉള്ളി തണ്ടുണ്ടാവും, അതെടുത്ത് ഞാൻ കറി വയ്ക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ വാടിപ്പോയി. അപ്പോൾ ഞാൻ ഇത്തവണ വിചാരിച്ചു കുറച്ച് ഉള്ളി വിത്ത് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് നട്ടു നോക്കിയാലോ ഒന്ന്. ആ വാങ്ങിച്ച ഉള്ളി വിത്താണ് ഈ കാണുന്നത്. എന്ന് വെച്ചാൽ ഉള്ളിവിത്തിൻ്റെ പാക്കറ്റായിരുന്നു അത്. പാക്കറ്റ് തുറന്നപ്പോൾ ഉള്ളിവിത്ത് ഇങ്ങനെയാണ്, കറുത്ത ചെറിയ ഉള്ളിവിത്ത്. സാധാരണ നമ്മൾ ഈ ഉള്ളിവിത്ത് കാണാറില്ലല്ലോ, ഇങ്ങനെ വല്ലതും വാങ്ങിച്ചാലല്ലേ കാണുകയുള്ളൂ. അപ്പോൾ എങ്ങനെ കൃഷി ചെയ്യുക ഈ നാട്ടിലുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഒരു പരീക്ഷണം. കൃഷി രീതി ഒന്നും അറിയാത്തതുകൊണ്ട് ഞാനെന്ത് കരുതി, മല്ലിവിത്ത് നട്ടമാതിരി ഇതിൽ ചെടിച്ചട്ടികളിൽ മണ്ണിൽ മൺകോരി കൊണ്ട് കുറച്ച് വരയുണ്ടാക്കി, ആ വരയുണ്ടാക്കിയ ചാലിൽ വിത്തുകൾ കുറേശ്ശെ വിതറി. ഓരോ ചാലിലും കുറേ വിത്തുണ്ട്. അതിപ്പോൾ നമ്മൾ വിത്ത് നടുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ച് കൂടുതൽ നട്ട് കുറച്ചെണ്ണം മുളയ്ക്കുകയാണെങ്കിൽ പിന്നെ അതിൽ കുറേ എണ്ണം വാടിപ്പോവും. അതൊക്കെ കൂടെ കണക്ക് കൂട്ടിയിട്ട് കുറച്ച് വിത്ത് അധികം നട്ടിട്ടുണ്ട്. നോക്കാം മുളച്ച് വരുമോ എന്താ സ്ഥിതി എന്നൊക്കെ നോക്കാം. എന്തായാലും ഇറയത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല മഴ തീർന്നാൽ എന്തായാലും ശരിയാവില്ല എന്ന് എനിക്ക് ഫ്ലോക്സ് നട്ടപ്പോൾ തന്നെ പരിചയമായിട്ടുണ്ട്.